അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും സർവശക്തനായ നാഥന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ലവ് എന്ന മഹാ അത്ഭുതത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഒരു വലിയ അത്ഭുതം തന്നെയാണ് സെൽഫ് ലവ്, സ്വന്തത്തെ സ്നേഹിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് പലപ്പോഴും പലർക്കും പറ്റാതെ പോവുകയും അല്ലെങ്കിൽ പലരും അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ പോവുകയും ചെയ്യുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതൊരു തരം സ്വാർത്ഥതയാണോ അതല്ലെങ്കിൽ അത് ഒരു അഹങ്കാരമാണോ എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ സെൽഫ് ലവ് എന്നുള്ളത്. ഇപ്പോ സ്വാർത്ഥത എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാം എനിക്ക് വേണം, എല്ലാം ഞാനാണ് എന്നൊരു ചിന്ത. അല്ലെങ്കിൽ ഇപ്പോൾ അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ സംഭവമാണ്, ഞാൻ ഓക്കെ ആണ്, എനിക്ക് എല്ലാം പറ്റും, എല്ലാം ചെല്ലാൻ അങ്ങനെയുള്ള ഒരു തോട്ടിലേക്ക് പോകുമ്പോഴാണ് അതൊരു അഹങ്കാരമായി മാറുന്നത്. എന്നാൽ ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ് സെൽഫ് ലവ് എന്നുള്ളതാണ്. അപ്പൊ സെൽഫ് ലവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനമായിട്ട് പറയേണ്ടത്, ഈ സെൽഫ് ലവിന്റെ ഒരു വില്ലൻ ഉണ്ട്. വില്ലൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സെൽഫ് ഹേറ്റ്, സ്വന്തത്തെ വെറുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വന്തത്തെ വെറുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറുപ്രായത്തിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹൈറ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് പലതും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ ഞാനൊരു ഒരു ചെറിയ ആളാണ്. അതുപോലെ കുറച്ച് നിറം കറുത്ത ആളാണെങ്കിൽ ഞാൻ കറുത്തതാണ്. ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരാൾ, എനിക്ക് മുടിയില്ല അല്ലെങ്കിൽ ചുരുണ്ട മുടിയാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിൽ ഈ ചിന്ത ഉണ്ടാകുമ്പം അത് വലിയ ഒരു ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കുകയും സ്വന്തത്തെ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് സെൽഫ് ഹെയ്റ്റ്, ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആണ്. യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും വലിയ വില്ലനായിട്ട് പ്രവർത്തിക്കുന്നതും. അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്, ഒരാളോട് സ്നേഹം തോന്നുന്നത് എപ്പോഴായിരിക്കും? അയാളുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ, അയാളുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ നന്നായിട്ട് കേൾക്കുമ്പോൾ. നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ, നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ, അത് സാരല്ല, അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കെയറിങ്ങും ഒരു സപ്പോർട്ടും ഒക്കെ നമുക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും അയാളോട്, അവരോട് നമുക്കൊരു സ്നേഹം തോന്നും. അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ഹേർട്ട് ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ശരിക്കും നമ്മളെ തന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുകയും അതിനെ എതിർത്ത് നിൽക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഒരാളോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നത്, ആ ഇഷ്ടം നമുക്ക് നമ്മളോട് തോന്നുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കാം. ഒരു പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ട സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ പറയാണ്, നീ എന്തൊരു മനുഷ്യനാണ്, നിനക്ക് കുറച്ചും കൂടെ പഠിച്ചുകൂടായിരുന്നോ, അല്ലെങ്കിൽ നിന്നൊക്കെ എന്തിനാ പറ്റുക എന്ന ഒരു സെൽഫ് ടോക്ക് നമ്മളിൽ ഉണ്ടാകുകയും ആ സെൽഫ് ടോക്ക് അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ഒരു പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ പാസ്സായി, നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഒരു ഫ്രണ്ട് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയും, സാരല്ല, കുഴപ്പമില്ല, ഇനിയും അവസരങ്ങളുണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ വലിയ നേട്ടം ഉണ്ടാക്കുന്ന ആളാണ് നീ, ഈ ഒരു ചെറിയ പരീക്ഷയല്ലേ, അത് നമുക്ക്
പരീക്ഷ എഴുതിയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ വാത്സല്യത്തോടു കൂടി നമ്മൾ അവരോട് സംസാരിക്കും. ഈ ഒരു വാത്സല്യം നമുക്ക് നമ്മളോട് കാണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെയാണ് നമ്മുടെ സെൽഫ് ലവ് നഷ്ടപ്പെടുന്നത്. ഒരിക്കല് ഒരു ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവര് എന്തോ പ്രശ്നത്തില് അവര് പിരിയുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. അപ്പോ ഈ ഭർത്താവ് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് വല്ലാത്ത സംശയമാണ്, എന്ത് കാര്യത്തിലും എപ്പോഴും സംശയത്തോടു കൂടിയാണ് എന്നെ നോക്കുന്നത്, അവരുടെ സംശയം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്നാ ഭാര്യയോട് ചോദിച്ചപ്പോൾ ആ ഭാര്യ പറയുന്നുണ്ട് ഭർത്താവിന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ അവര് പല മേഖലകളിലും ഇടപെടുമ്പോൾ ആ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പലപ്പോഴും എനിക്ക് ചിന്ത ഉണ്ടാവുന്നുണ്ട്. ആ ചിന്തയിൽ നിന്നാണ് ഒരു സംശയ രോഗം പോലെ ഭർത്താവിന്റെ പിന്നാലെ ഇങ്ങനെ കൂടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അവരോട് ഇങ്ങനെ കൂടുതൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അവര് ഒരുപാട് പാഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നന്നായിട്ട് ചിത്രം വരക്കുന്ന ആളായിരുന്നു, നന്നായിട്ട് പാട്ട് പാടുന്ന ആളായിരുന്നു, ഡാൻസ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭാര്യ പാട്ട് പാടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പാട്ട് പാടാൻ അറിയില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഈ കുടുംബവുമായുള്ള ജീവിതത്തിനിടക്ക് പലപ്പോഴും സ്വന്തം പാഷനെ അവർ മറന്നു പോവുകയും ഒരു പാഷനും ഇല്ലാത്ത ജീവിതത്തിൽ ഇങ്ങനെ വെറും കുട്ടികളും മക്കളും ഭർത്താവുമായിട്ടുള്ള ആ ഒരു ജീവിതം മാത്രം അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുകയും അവരുടെ ജീവിതത്തിലുണ്ടായ പല പാഷൻസിനെ കുറിച്ച് ഒക്കെ അവർ മറന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സെൽഫ് ലവ് നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട ഒരു 4 കാര്യങ്ങൾ കൂടെയാണ് ഇതിൽ പറയാനുള്ളത്. സെൽഫ് ലവ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെയോ പ്രയാസങ്ങളെയോ അതല്ലെങ്കിൽ നമ്മളാൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കേടുപാടുകൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ജീവിതത്തിലെ പ്രയാസങ്ങളായാലും പ്രശ്നങ്ങളായാലും നഷ്ടങ്ങളായാലും രോഗമായാലും അതല്ലെങ്കിൽ ആരെങ്കിലും ഒരു മോശമായ വാക്ക് പറഞ്ഞാലും അതിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, എതിർത്ത് നിൽക്കാതെ. എന്നിട്ടൊന്ന് അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തുക. അതല്ലാതെ ആ ഒരു പ്രശ്നം മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്നാൽ നമ്മുടെ വലിയ പ്രശ്നത്തിലേക്ക് പ്രയാസത്തിലേക്ക് അതെത്തിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ സെൽഫ് ടോക്ക് എന്നുള്ളതിന് അഫർമേഷൻ എന്ന് പറയും. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. മനസ്സിന് ഭാഷയില്ല. അതായത് നമ്മൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും എഴുത്തുകളോ സംസാരമോ അല്ല അതിന് മനസ്സിലാകുന്നത്, മറിച്ച് അത് പിക്ചർ ചെയ്തുകൊണ്ടാണ് മനസ്സിൽ കാര്യങ്ങൾ സേവ് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു വീഡിയോ രൂപത്തിലാണ് മനസ്സിൽ സേവ് ചെയ്യുക. ഈ സേവ് ചെയ്യുന്നതിലേക്ക് അഫർമേഷന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ സംസാരിക്കുന്ന ചെറിയ ചെറിയ ഷോർട്ട് വേർഡ്സ്, അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം. ഇപ്പം നെഗറ്റീവായിട്ട് നീയൊക്കെ എന്തൊരാളാണ്, നിനക്ക് എന്തിനാ പറ്റുക, നിനക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ പറയുന്നത് നെഗറ്റീവ് ടോക്സ് ആണ്. എന്നാൽ കുഴപ്പമില്ല, ഇത്തവണയല്ലേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ, അടുത്തതിൽ ഉഷാറാക്കണം, അടുത്തതിൽ അങ്ങനെ ചെയ്യണം, നിനക്കതിന് കഴിവുണ്ട്, ഇന്നുള്ള പോസിറ്റീവ് ടോക്സ്. അപ്പൊ ഈ പോസിറ്റീവ് ടോക്സ് നമ്മുടെ ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാവുകയും ശാരീരികമായി നമുക്കൊരു സുഖമുണ്ടാകുകയും നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. എന്നാൽ അതല്ല, നെഗറ്റീവ് ടോക്സ് ആണ് നമ്മളിൽ ഉള്ളത് എങ്കിൽ ആ നെഗറ്റീവ് കൊണ്ട് നമുക്ക് അസുഖങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും മാനസികമായ ബുദ്ധിമുട്ടും അതോടൊപ്പം ശാരീരികമായ ബുദ്ധിമുട്ടിലേക്കൊക്കെ
അത് നമ്മളെ എത്തിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന സെൽഫ് ടോക്സ്, അത് പോസിറ്റീവ് സെൽഫ് ടോക്സ് ആക്കി നമ്മൾ അതിനെ മാറ്റുകയും ചെയ്യുക. അടുത്തത് മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പാഷൻസ് നമുക്കുണ്ടായിരിക്കും. ഇപ്പോൾ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന പാഷൻ, അത് പലപ്പോഴും അതിനൊഴിവാക്കി അല്ലെങ്കിൽ അതിന് മറന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമുക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ മുഴുകുക. എപ്പോഴും ഇങ്ങനെ വീട്ടുജോലിയും അല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്ക് ഇതിൽ മാത്രം മുഴുകാതെ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിഷ്ടമുള്ള നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം കിട്ടുകയും അതോടൊപ്പം നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും സാധിക്കുകയും ചെയ്യും. മറ്റൊന്ന് ഹെൽത്തി ബൗണ്ടറീസ് ആണ്. നമ്മൾ ചില ബൗണ്ടറീസ് നമ്മൾ നിശ്ചയിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇപ്പം ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതൊക്കെ ചെയ്യുക, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അവിടെ പോവുക, അല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില ബൗണ്ടറീസ് നിശ്ചയിക്കുക. ഇപ്പോൾ ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണ്. ഫോൺ ഉപയോഗിക്കുമ്പം അതിന് നമ്മളൊരു സമയം നിശ്ചയിക്കുക. രാത്രി 9 മണിക്ക് ശേഷം ഞാൻ ഫോൺ ഉപയോഗിക്കില്ല. അങ്ങനെ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നമ്മൾ തന്നെ അംഗീകരിക്കുകയും നമ്മളത് നടപ്പിലാക്കുകയും ചെയ്യുക. അതാണ് ഹെൽത്തി ബൗണ്ടറീസ്. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലായാലും. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ വേറെ എന്തിനോ നിശ്ചയിച്ചു വെച്ചൊരു സമയമാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി നമ്മൾ നിശ്ചയിച്ചു വെച്ച ആ ഒരു സമയത്ത് നമ്മളെ പുറത്തു പോകാനോ അല്ലെങ്കിൽ മറ്റെന്തിനോ മറ്റൊരാൾ ക്ഷണിക്കുമ്പോൾ, ഇല്ല, ഞാൻ ഇന്ന ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ഞാനത് ചെയ്യട്ടെ. ഇപ്പോൾ ആണുങ്ങളിൽ പ്രത്യേകിച്ചുള്ള ഒരു ശീലമാണ് ഒരു ചായ കുടിക്കാൻ പോവുക എന്നുള്ളത്. ആ ചായ കുടിക്കാൻ പോക്ക് ചിലപ്പോൾ പോയി ഒരുപാട് ദൂരം വരെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂരിലേക്കൊക്കെ ചായ കുടിക്കാൻ പോകുന്ന ആളുണ്ട്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിലായ ആ മനുഷ്യൻ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചൊരു സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ മറ്റൊരാൾ വന്ന് വിളിക്കുന്നത്. അപ്പോൾ അവനോട് നോ പറയാൻ കഴിയാത്തത് കൊണ്ട് അവൻ്റെ കൂടെ പോവുകയും ആ അന്നത്തെ ഒരു ദിവസം മുഴുവനും അത് ചെലവഴിക്കുകയും അപ്പോഴൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തില്ലല്ലോ എന്ന ചിന്ത ഉള്ളിലുണ്ടാവുകയും അത് ആ ഒരു ചായ കൂടി എൻജോയ് ചെയ്യുക, ആ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും മനസ്സിലൊരു ഹേർട്ടായിട്ട് അത് അവിടെ കിടക്കുകയും ചെയ്യും, പിന്നീട് ഒരു ഭാരമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോ പറയേണ്ട സമയങ്ങളിൽ സ്ഥലങ്ങളിൽ നിർബന്ധമായും നോ പറഞ്ഞുകൊണ്ട് ശീലിക്കുക എന്നുള്ളതാണ്. പ്രത്യേകം പറഞ്ഞു ഹെൽത്തി ബൗണ്ടറീസ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ ഒരു പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ അതിന് നമ്മൾ ബൗണ്ടറി നിശ്ചയിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സെൽഫിനോട്, നമ്മളോട് ഒരു ബഹുമാനവും നമ്മളോടൊരു സ്നേഹവും നമുക്ക് നിലനിർത്താൻ കഴിയും. ആ സ്നേഹവും ബഹുമാനവും നമ്മളിൽ ഉണ്ടാകുമ്പോൾ, നമ്മളത് അനുഭവിക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ ഒരുപാട് ആളുകൾ കംപ്ലൈന്റ് പറയാറുണ്ട്. ആർക്കും എന്നെ ഇഷ്ടമല്ല, ആരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മിൽ ആ ഇഷ്ടമുണ്ടാക്കുക, നമ്മെ നമ്മൾ സ്നേഹിക്കുക, എന്നിട്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കാനും അത് കാരണമാകും എന്നുള്ളതാണ് സെൽഫ് ലവ് എന്ന ഈ ഒരു സെഷനിൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള നിലക്ക് പറയാനുള്ളത്. ഇനി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ, അത് വർദ്ധിപ്പിക്കാൻ ചില മെത്തേഡുകളും കാര്യങ്ങളും ഉണ്ട്. ഇൻഷാല്ലാ മറ്റൊരു അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇന്ന് ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചേർത്ത് വെക്കാനോ കൂടുതലായിട്ട് പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരമാണ്, നിങ്ങൾക്ക് മുന്നോട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം.
ഞാൻ ഈ പോസ്റ്റർ കണ്ടിരുന്നു. അന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു ഈ ക്ലാസ് ഒന്ന് കേൾക്കണം. ഇന്നാണെന്നൊന്നും അറിയില്ല. ഞാൻ മോളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോണോടത്തുനിന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ള വിവരം കിട്ടിയപ്പോ തിരിച്ചു വന്നപ്പോ ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ജോയിൻ ചെയ്തത്. ജോയിൻ ഞാൻ ചെയ്യാൻ ഈ പറ്റിയത്. കാര്യത്തിലൊക്കെ ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണെങ്കിലും എനിക്ക് സാറ് ക്ലാസ്സിന്ന് കുറെ കാര്യങ്ങള് എന്ന് തന്നെ പറയാം ഒന്നും കൂടെ ഉൾക്കൊണ്ട് കണ്ട് പോണം എന്നുള്ളൊരു മൈൻഡ് വന്നു. നല്ലൊരു ക്ലാസ്. മാഷാഅല്ലാ. എന്റെ മോളും ഈ ഒരു ക്ലാസ് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. സാർ ഒരു ക്ലാസ്സിന് തപ്പി നടന്നൊക്കെ ചെയ്തിരുന്നുള്ളൂ. ഇത് റെക്കോർഡിംഗ് ആണല്ലോ. ഇൻഷാ അല്ലാ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അറിയുന്നതാണെങ്കിലും ചിലപ്പോ നമ്മളിൽ നിന്ന് ശ്രദ്ധ വിട്ടുപോയ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. മനുഷ്യരല്ലേ, നമ്മളടുത്ത് തീർച്ചയായിട്ടും. പാകപ്പിഴവുകൾ വരുമല്ലോ അതെ അതെ ജീവിതത്തില്. അതെ. മറ്റൊരാൾ അപ്പൊ പറയുമ്പോൾ എനിക്ക് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതെ അതെ തീർച്ചയായിട്ടും എനിക്കിത് ഭയങ്കര ഒരു ഉൾക്കൊള്ളാൻ പറ്റിട്ടോ. ഞാൻ നടക്കുന്നോടത്ത് കൂടെ ഫോണും കൈ പിടിച്ചുകൊണ്ട് ജോലി തിരക്കുണ്ടെങ്കിലും ശുക്രാൻ. ഇത്രയും ശ്രദ്ധയോടുകൂടി കേട്ട് ജസാക്കല്ലാ. ഞാൻ പറയാ, ഓക്കെ, ഇത് ആമീൻ ആമീൻ. കേൾക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോ നമ്മളൊരു നിമിത്താണ്. ഞാൻ ഇപ്പൊ പോണ പോക്കും തിരിച്ചു വന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടു. അൽഹംദുലില്ലാ. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാല്ല ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള നിലക്ക് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യാണ്ട് സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനുള്ള ചില മെത്തേഡുകൾ ഇൻഷാല്ല നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.